ഞാനും ജോസഫ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മൾ അധികം സിനിമകളൊന്നും നമുക്ക് വന്നിട്ടൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ സ്ട്രഗ്ലിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ്, അടുത്ത സിനിമ വരുമോ, സിനിമ കിട്ടുമോ, ഇനി എന്തായിരിക്കും ഭാവി ജീവിതം, എങ്ങനെ ജീവിക്കും എന്നുള്ള ടെൻഷനിൽ നടക്കുന്നൊരു സമയമാണ്. പിന്നെ മ്യൂസിക് തന്നെ വെച്ച് ജീവിക്കണം, അതാണ് നമ്മുടെ പാഷനും അവിടേക്ക് അതാണ് ആഗ്രഹവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല സിനിമ കിട്ടുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തിരി നല്ലൊരു സിനിമയായിട്ട് അഭിലാഷ് വരുന്നത് കടാവർ പോലത്തെ അമല പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അമല നായികയായിട്ട് അഭിനയിച്ച നല്ല കിഡിലമായിട്ടൊരു എൻട്രിയാണ് തമിഴിൽ എനിക്കും കിട്ടിയത്. വലിയൊരു പടമാണല്ലോ. അപ്പോൾ അവിടെ കൊണ്ട് അവൻ പ്ലേസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അഭിലാഷ് ഇപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു അഭിലാഷും. എന്താ നാളെയെന്ന് അറിയാതെ നടക്കുകയാണ് അവനും. അപ്പോൾ ആ ഒരു സിങ്ക് ഭയങ്കര സിങ്കാണല്ലോ. ഡെഫിനറ്റ്ലി ആണ്. കാരണം സങ്കടം പറയാനും വിഷമം പറയാനും നാളത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്ത് ഭാവി കാര്യങ്ങളെ പറ്റി ഘോരഘോരം പ്ലാൻ ചെയ്യാനും ഒക്കെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇടയിൽ വളർന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ അഭിലാഷ് എനിക്ക് തരുന്ന ഇപ്പോഴും എടാ എന്ത് വന്നാലും നമ്മളിത് ചെയ്തിരിക്കും, നമ്മളിവിടെ എത്തിയിരിക്കും, ഇത് ചെയ്തിരിക്കും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ് അവന്.